നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആതിരയ്ക്ക് അജയനെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെങ്ങനെയാ ആതിര അവനെ ചതിച്ചെന്ന് പറയുന്നേ? എന്നിട്ട് ഇഷ്ടമില്ലാത്ത ആളെയാണോ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചത്? അതും നിശ്ചയം വരെ എത്തിച്ചതും. അല്ലെങ്കിൽ ഞാൻ എന്തേലും ഇവിടെ പറഞ്ഞ എല്ലാവർക്കും വിഷമാണല്ലോ. ആർക്ക് എന്ത് തോന്നിയാലും ശരി, പറയാനുള്ളത് ഞാൻ പറയും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അന്ന് ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും ജീവൻ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈശ്വരാനുഗ്രഹം കൊണ്ടാ നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. അജയനെ വേഗം പോലീസ് കണ്ടുപിടിക്കാൻ പ്രാർത്ഥിക്കെല്ലാരും. അല്ലെങ്കിൽ ഇനി ഇതുപോലെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചിലപ്പോ അന്ന് ആയുസിന്റെ ബലമൊന്നും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതല്ല, ഇനി ഈ കൂട്ടത്തിൽ നിന്ന് ആരുടെയെങ്കിലും ജീവൻ പോകുന്നത് വരെ കാത്തിരിക്കാനാണെങ്കിൽ അങ്ങനെ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാ. ഇവരൊക്കെ ചെയ്തു വെച്ച ഓരോന്നിനും എന്റെ അച്ഛനും സഹോദരങ്ങൾക്കും ഒന്നും ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ എനിക്ക്. മാഷേ, നിങ്ങൾ വിഷമിക്കരുത്. ഏത് കാര്യവും അവന്തേക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. അവൾക്കുള്ളില് നല്ല സങ്കടം ഉണ്ടാവും. അതാ, അവന്തേക്ക് പറഞ്ഞതുപോലെ ഒന്നും ആവണമെന്നില്ല. ഇനി അങ്ങനെയാണെങ്കിലും മാഷറിയാത്ത സംഭവമല്ലേ ഇതെല്ലാം. മോശപ്പെട്ട ഒരുവന് മോളെ വിവാഹം കഴിച്ച് കൊടുക്കില്ലെന്നല്ലേ ഏതൊരച്ഛനും ആലോചിക്കും. അതവൻ വാശിയിലെടുത്തതിന് നിങ്ങളെങ്ങനെ കുറ്റക്കാരാവും? അവന്തിക പറഞ്ഞ രീതി ശരിയായില്ല എങ്കിലും അവള് പറഞ്ഞൊരു കാര്യം ഞാനും പറയാം. അവനെ വേഗം പോലീസിന്റെ കയ്യിൽ കിട്ടാൻ പ്രാർത്ഥിക്കാം നമുക്ക്. ആ, സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാനും കഴിയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.